ഞാൻ ചെയ്ത എല്ലാ സിനിമയിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ഉന്മാദം എന്ന് കണ്ടോണം. കാരണം എഴുത്തുകാരൻ്റെ വ്യാപാരങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉന്മാദത്തെ എടുത്തത്. അപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ ആ ബോധ്യത്തിൽ നിന്ന് ഈ സിനിമ കണ്ടാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും കാഴ്ചയ്ക്ക്. ഉന്മാദത്തിലോട്ട് വരുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾ വെച്ച ലാസ്റ്റത്തെ 2 സീനുകൾ വെച്ചിട്ട് ബാക്കിലോട്ട് ഈ സിനിമ കണ്ടാൽ ഇത് വർക്കാവും. ചാക്കോച്ചനൊരു 30 വർഷം ആയി സിനിമയിൽ. അപ്പോൾ ചാക്കോച്ചനക്കളൊക്കെ ഒരാൾക്ക് ഒരു കഥ കേൾക്കുമ്പോൾ ഭയങ്കര ഈസിലി അത് കണക്ട് ആവും. രസമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇവിടെ ആയിരിക്കും ചിലപ്പം ഏറ്റവും ലോ കളക്ട് ചെയ്യുന്നത്. നമ്മളെന്നാ അങ്ങനെ എഴുതാൻ നിൽക്കുന്ന സിനിമകൾ ഹിറ്റാണ്. വെറുതെ നമ്മൾ കേട്ടൊരു പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ്, അല്ലെ അവിടെ ഒരു ഫയൽ ഇരിപ്പുണ്ട്, അത് തൊടാൻ എല്ലാവർക്കും പേടിയാണ്. അത് കേട്ടപ്പോൾ അതാണ് ഇംപ്രസ് ചെയ്യുന്നത്. ഡീപ് ഡൈവിൽ നിന്ന് നമ്മോടൊപ്പം റൈറ്റർ ഡയറക്ടർ ഷാഹി കബീറാണുള്ളത്. അദ്ദേഹം കഥ പറയുന്ന രീതിയും അദ്ദേഹം സിനിമകൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ ഒന്ന് നമ്മളിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ നേരിട്ട് തന്നെ പറയാലോ അല്ലേ? അപ്പോൾ ആ ഞെട്ടൽ കൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഉന്മാദം വളരെ മികച്ച അഭിപ്രായങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നു. ആളുകൾ അതിൻ്റെ പലതരം അഭിപ്രായങ്ങളും അതേപോലെ തന്നെ അവർക്ക് മനസ്സിലായ കാര്യങ്ങളും എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ജാമ്യം ഞാൻ ആദ്യം എടുത്തോട്ടെ, ഞാൻ ഈ പടം കണ്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഈ ഒരു സംസാരത്തിൽ എനിക്ക് കൂടുതൽ വേണ്ടത് ഉന്മാദം കാണാത്ത ഒരാളെ ഉന്മാദം എങ്ങനെ നമുക്ക് കാണിക്കണം, അല്ലെങ്കിൽ എന്താണ് ഉന്മാദത്തിൽ നിന്നുള്ള അവർക്കുള്ള ടേക്ക് അവേ എന്ന് നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഉന്മാദം എന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. ഉന്മാദം, നമ്മളൊരു സിനിമയ്ക്ക് പേരിടുമ്പോൾ ആ പേരെന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിനെ റിലേറ്റ് ചെയ്തായിരിക്കും നമ്മുടെ പടം വരുന്നത്. ഇപ്പം നായാട്ടൊരു പോലീസ് സ്റ്റോറിയാണ്, അപ്പം നായാട്ട്, ഹണ്ട്, അതിനങ്ങനെ. ഇപ്പോൾ ഉന്മാദം എന്നുള്ള പേരിട്ടിരിക്കുന്നത് തന്നെ ഇതൊരു കുറ്റാന്വേഷണ ഹൊററിനൊക്കെ അപ്പുറം വേറൊന്നാണ്. അതൊരു ഉന്മാദം എന്ന പേര് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഉന്മാദം എന്നുള്ള പേര് തന്നെ വരാൻ കാരണം ആക്ച്വലി ഞങ്ങൾ ഒരു പേര് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പുസ്തകമുണ്ട് NP സജീഷൊക്കെ എഴുതിയ ഉന്മാദം എന്ന് പറഞ്ഞു. അത് പുള്ളിയും വേറെ ആരും 2 പേര് ചേർന്ന് എഴുതിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫേവററ്റ് പുസ്തകമാണത്. അതിൻ്റെ രസം എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും പ്രശസ്തരായ സാഹിത്യകാരന്മാർ, പെയിൻറ്റേഴ്സ്, നമുക്കറിയുന്ന ഡാലി, വാൻഗോഗ്, ശില പ്ലാത്തി, ഇങ്ങനെ അത് തുടങ്ങി നമ്മുടെ ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആളുടെ വരെ മാനസിക രോഗം, ഇവരുടെ മാനസിക രോഗത്തെക്കുറിച്ചാണ്. ഈ ഒരു മാനസിക രോഗം എന്നുള്ള ടൈറ്റിലാണ് നമുക്ക് ഈ പടത്തിന് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയത്. കാരണം എഴുത്തുകാരൻ്റെ വ്യാപാരങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉന്മാദത്തെ എടുത്തത്. അപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ ആ ബോധ്യത്തിൽ നിന്ന് ഈ സിനിമ കണ്ടാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും കാഴ്ചയ്ക്ക്. എന്നാലും ഈ മനോനില വെച്ചിട്ടെ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുഞ്ചാക്കോ ബോബൻ കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് എത്താൻ തോന്നും. എന്തായിരിക്കും ഈ ഷെല്ലി എന്ന് പറഞ്ഞ റോളിലേക്ക് കുഞ്ചാക്കോ ബോബനെ തന്നെ കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം? അതിൻ്റെ ഒരു പ്രത്യേക കാരണമുണ്ടോ? കാരണം ഈ സിനിമയിലെ കഥാപാത്രം ഒരു ഭയങ്കര, ചാക്കോച്ചനെ നമുക്ക് അടുത്ത വീട്ടിലുള്ള ആളല്ലേ, ഭയങ്കര ഒരു പാവം. ചാക്കോച്ചനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഭയങ്കര ഒരു അടുപ്പമുള്ള മനുഷ്യനായിട്ട് തോന്നുന്നു. കാരണം ഇപ്പം ഇങ്ങനൊരു സിനിമ ചെയ്യാൻ നേരം ഭയങ്കര ബോൾഡായ ഒരാൾ അല്ലെ, ഭയങ്കര സ്റ്റിഫ് അല്ലെ, നിങ്ങൾ വിചാരിക്കുന്ന നമുക്കൊരു കുറ്റാന്വേഷണ പോലീസ് ഹീറോയിക് പടത്തിലെ ഒരു ഫിഗർ ഇതിനൊട്ടും ആപ്റ്റ് ആവില്ല ഈ പടം. എന്നാൽ ഇതൊരു സാധാരണ, ഞാൻ പറഞ്ഞ കണക്ക് ഒരു എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ്. അപ്പം ഇവിടെ ഉള്ളതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ചാക്കോച്ചൻ തന്നെയാണ്. നമുക്ക് ഭയങ്കര വിശ്വാസം വരുന്നത്. അതിപ്പം നിങ്ങൾക്കറിയാം, ഈ സിനിമയെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ചാക്കോച്ചൻ എന്ന് പറയുന്ന ആളുടെ പെർഫോമൻസിനെ കുറിച്ച് ആർക്കും ഒരു കൺഫ്യൂഷൻ. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ യൂട്യൂബിലുള്ള കമൻസ് നോക്കുമായിരുന്നു. അപ്പോൾ പാട്ടിനടിയിലും അതേപോലെ ട്രെയിലർ, ഈ ടീസറിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ നോക്കുമ്പോഴത്തേക്കും ചാക്കോച്ചൻ ഒരു വീഞ്ഞാണ്, അങ്ങനത്തെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള കമൻറ്റുകൾ മുതൽ ചാക്കോച്ചൻ്റെ ഓരോ റോളുകളെയും വെച്ചിട്ടുള്ള അനാലിസിസുകൾ എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ കമൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ റോളുകളിലേക്ക് ഈ എന്താ പറയുക ആളുകൾ സെലക്ട് ചെയ്യുന്നൊരു കാര്യമൊക്കെ ചോദിച്ചുകൊണ്ടും ഒക്കെ ചോദിക്കുകയാണ്. നേരത്തെ മനോവ്യാപാരം എന്ന് പറഞ്ഞല്ലോ, ശരിക്കും സർ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലെയും കഥാപാത്രങ്ങൾ ഒരു പ്രത്യേക ടെറൈനിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നതോ സർ ചിന്തിക്കുന്നതെന്നും പറയാൻ എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ നിൽക്കുന്നത് കുറച്ചും കൂടി ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണെങ്കിൽ നായാട്ടിലെ കഥാപാത്രമായിക്കോട്ടെ, ഇലവേഴ പൂഞ്ചിറയിലെ സൗബിൻ ഷായർ എന്ന കഥാപാത്രമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ റോന്തിലെ കഥാപാത്രങ്ങളായിക്കോട്ടെ, ഇവരൊക്കെ വേറൊരു മനോനിലയിലാണ് ഇവർ നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ മനോനില എങ്ങനെയാണ് ഈ അഭിനയിക്കുന്ന ആളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അതിൻ്റെ എക്സസൈസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അങ്ങനൊരു പറച്ചിൻ്റെ ആവശ്യമില്ല. കാരണം ആക്ച്വലി നമ്മൾ കഥ പറയുമ്പോൾ ഇവർക്കത് ഗ്രാസ്പ് ചെയ്യാൻ, കാരണം ഇവർ നമ്മളെക്കാളും എനിക്ക് തോന്നുന്നു ചാക്കോച്ചനൊരു 30 വർഷം ആയി സിനിമയിൽ. അപ്പോൾ ചാക്കോച്ചനക്കളൊക്കെ ഒരാൾക്ക് ഒരു കഥ കേൾക്കുമ്പോൾ ഭയങ്കര ഈസിലി അത് കണക്റ്റ് ആവും. പിന്നെ നമുക്ക് അതിൻ്റെ ചെറിയ ന്യൂവാൻസ് എന്നൊക്കെ പറയുന്ന കണക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മൾ സംസാരിച്ചത് ഇയാൾ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇയാളുടെ പ്രവൃത്തി ഇതായിരിക്കും, ഇയാൾ ഇങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ കാണുന്നത് എന്നൊക്കെ പറയുന്ന ഒരു മിനിമൽ പരിപാടിയാണ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇത് വളരെ എളുപ്പമാണ്. കഥ നന്നായി
കമ്മ്യൂണിക്കേറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ പകുതി പണി നമ്മളുടെ കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ ഈ റോന്തിലെ കാര്യം പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ ലക്ഷ്മി മേനനും ദിലീഷ് പോത്തനോട് ചെയ്തിരിക്കുന്ന റോൾ ഉണ്ടല്ലോ, അവരൊരു ബോണ്ട് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ അങ്ങനത്തെ ഭാര്യയെ അതിയായി സ്നേഹിക്കുന്ന, എങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന ചെറിയൊരു ടെൻഷനുള്ള ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഹോംവർക്ക് സാറ് ഈ കഥ പറച്ചിൽ തന്നെയാണ് അങ്ങനെ പോകുന്നതെന്ന് തോന്നുന്നത്? കഥ പറച്ചിലാണ് നമ്മുടെ കഥയ്ക്കകത്ത് ആ ഒരു വ്യക്തിയെ, ഇപ്പോൾ നമ്മളൊരു സിനിമ രീതി പറഞ്ഞ ഇത് ഞാൻ ചെയ്ത എല്ലാ സിനിമയിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ഉന്മാദം എന്ന് കണ്ടോണം. ബാക്കി എല്ലാ സിനിമകൾക്കും ഒരു ബേസിക് വേറൊരു നേച്ചർ, ഒരു നേച്ചറുണ്ട്. ഇമോഷൻ, വ്യക്തി ജീവിതം, കുടുംബം, സിസ്റ്റം, സമൂഹം എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളിലാണ് ബാക്കി പടങ്ങളെല്ലാം. അപ്പോൾ അത് ഈസിലി കുറച്ചുകൂടെ ഇമോഷണലി കണക്ട് ആകാൻ എളുപ്പമാണ്. കാരണം ആ ഇമോഷൻസ് ഇപ്പോൾ ഭാര്യ ഭർത്തൃ റിലേഷൻ ആവാം, അല്ലെങ്കിൽ ആദ്യ കാമുകിയുടെ ബോഡി കാണുന്നതാവാം ജോസഫിലെ. ഇതൊരു ഡിഫറെൻറ്റ് കാലഘട്ടമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 35+ ഉള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ പീറ്ററാണ് ജോസഫിലെ. സോ അതൊരു തരം ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഫ്രീഡത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അല്ലെ ലോകത്തെ കുറച്ചുകൂടെ അല്ലെ ഞങ്ങൾ ഒരു വ്യക്തി നിന്നുകൊണ്ട് ലോകത്തെ കാണാൻ സ്ത്രീകൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യവും കുറച്ച് വിശാലമായി ലോകത്തെ കാണാൻ തുടങ്ങുന്നതിന്റെ ഭാഗമായി വരുമ്പോൾ ഇതെല്ലാം ഈസിലി കണക്റ്റഡ് ആണ്. കാരണം അവരാഗ്രഹിക്കുന്ന എന്തൊക്കെയോ ഇവരിൽ കിട്ടുന്നുണ്ട്. പീറ്ററിലോ ഇപ്പൊ പറഞ്ഞ റോമിലെ യോഹന്നാന് കിട്ടുന്നതും അത് തന്നെയാണ്. കാരണം 1000 സ്ത്രീകൾ ചിലപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നത്. മനസ്സിലായി. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ വിചാരിച്ചേ ഈ വ്യക്തിത്വത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതായത് നമ്മളാകുന്ന വ്യക്തി അങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്ന് സാറിന് ചില സിനിമകളിൽ പറയാതെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് അവരെ മറ്റേ മാറ്റാനോ മറിക്കാനോ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടൊന്ന് വേറെ രാസപ്രവർത്തനം നടത്താനോ നോക്കാണ്ട് അല്ലേ, ആ മനുഷ്യൻ അങ്ങനെയാണ്, അത് അങ്ങനെ ഇരുന്നോട്ടെ. ആ മനുഷ്യന്റെ ഇമോഷൻ നമ്മളെല്ലാം ഒന്നല്ലേ. നമ്മൾ ജീവിച്ചു വളരുന്ന എനിക്ക് തോന്നുന്നു 6, 8, 10 വയസ്സിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മുടെ മനസ്സിൽ. നമ്മൾ അതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മുടെ എല്ലാ കാഴ്ചപ്പാടും ഒരു 10 വയസ്സിനുള്ളിൽ തലക്കകത്ത് കയറിയ കഥകൾ, ഇപ്പം നമ്മൾ പറയുന്ന അന്ധവിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴോ കയറിയതാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും വർക്കാവുന്നത്. ഒരു ഹൊറർ, ഒരു ആത്മാവ് എന്നൊക്കെ പറയുന്നത് വർക്കാൻ കാരണം നമ്മളുടെ ഒരു 10 വയസ്സിന് താഴെ ഇത് കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ വായിച്ചതല്ലോ കേട്ടതോ എല്ലാ കഥകളിലും നമ്മളെ പേടിപ്പിക്കാൻ, വെളിയിറക്കാതിരിക്കാൻ പറയുന്ന കഥകൾ തൊട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ടാണ് ഹൊറർ ഇപ്പോഴും ഭയങ്കരമായിട്ട് എല്ലാ കാലത്തും എല്ലായിടത്തും സ്റ്റാൻഡ് ചെയ്യുന്നത്. മനസ്സിലായി. ഈ നമ്മളിപ്പോൾ സാറിൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സീറ്റിലിരിക്കില്ലേ, സീറ്റിൽ ഇരുന്നിട്ട് നമ്മളൊരു 2 സെക്കൻഡ് കൂടി ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോൾ ഞാനിങ്ങനെ തരിച്ചിരിക്കാറുണ്ട്. അതൊരു എന്താ പറയുക, വല്ലാത്ത ആവേശത്തിൽ അങ്ങനെ ഒരു തരിപ്പ് ഉണ്ടാക്കുന്നതാണോ? ഞങ്ങൾക്ക് എന്താണത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? അല്ല, എല്ലാ സിനിമയും ആഗ്രഹിക്കുന്നത് ഞാൻ ഈ ഉന്മാദത്തെ മാറ്റി നിർത്തി തന്നെയാണ് എല്ലാത്തിനെ കുറിച്ച് പറയുന്നത്. ബാക്കി എല്ലാ സിനിമയിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഈ പടം കഴിയുമ്പോൾ ഇത് കണ്ട ആള് ഇമോഷണലി കണക്റ്റായി ഒരു വേദന അവർക്കുണ്ടാവണം എന്നുള്ള ധാരണയിലാണ്, അങ്ങനെ ഒരു ചിന്തയിലാണ് ഈ പടം നിർത്തുന്നത്. മനസ്സിലായി. നേരെ മറിച്ച് ഉന്മാദത്തിലോട്ട് വരുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾ വെച്ച ലാസ്റ്റത്തെ 2 സീനുകൾ വെച്ചിട്ട് ബാക്കിലോട്ട് ഈ സിനിമ കണ്ടാൽ ഇത് വർക്കാവും എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഞങ്ങളെടുത്തു, നിങ്ങളും കുറച്ച് തലച്ചോറ് കൊണ്ട് ഇതിൻ്റെ അകത്ത് പണിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. കാരണം ഈ സിനിമ കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. ആ ചോദ്യത്തെ നിങ്ങൾ തന്നെ സിനിമയിൽ നിന്ന് ഉത്തരവുണ്ട് അതിൻ്റെ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ഒരു ഇടപെടണം ആ കഥയ്ക്കകത്ത് എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഉന്മാദത്തിന് കാര്യം പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ സാറിൻ്റെ കഥാപാത്രങ്ങളെ കുറിച്ച് ഞാൻ വളരെ എല്ലാ കാലവും സാർ എഴുതുന്ന കഥാപാത്രങ്ങളും സാർ ചെയ്യുന്ന സിനിമകളാണെങ്കിലൊക്കെ വളരെ കാര്യമായിട്ട് നോക്കിയിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം കഥാപാത്രം എഴുതാനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഞാൻ ബേസിക്കലി എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഉന്മാദത്തിൻ്റെ പെർട്ടിക്കുലർ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ എഴുതിയപ്പോൾ സാറിന് അറിയാം ആ കഥാപാത്രം അടിപൊളിയാണെന്നറിയാം, എന്നാലും അത് ചെയ്തു വന്നപ്പോഴേക്കും ഞെട്ടിപ്പോയൊരു കഥാപാത്രം ഉണ്ടാവും. സ്പോയിലർ അല്ലാത്ത രീതിയിൽ പറയാൻ പറ്റുമെങ്കിൽ അത് ഏത് കഥാപാത്രമായിരിക്കും? ഞെട്ടൽ മീൻസ് ഒരു സന്തോഷം. ചാക്കോച്ചൻ തന്നെ, ചാക്കോച്ചൻ, ലിജോ മോൾ, സുധീഷ് ഏട്ടൻ. ഇതിൻ്റെ അകത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു റിവ്യൂ പറയുന്ന ആരും അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ആക്ച്വലി സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞൊരു റിവ്യൂർ പോലും പേഴ്സണൽ ഫ്രണ്ടാണ്, മീൻസ് സൗഹൃദമുള്ള ആളാണ്. അപ്പോൾ വിളിച്ചപ്പോഴും പുള്ളി എന്നോട് പറഞ്ഞാണ് പുള്ളിക്ക് അത് വർക്കല്ല, ഓക്കെ അത് പുള്ളിയുടെ ഇത് പുള്ളി എങ്ങനെ കണ്ടു എന്നുള്ളത്. അപ്പോൾ റിവ്യൂ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പം നിങ്ങൾ എങ്ങനെയാണ് എല്ലാ ക്യാരക്ടറിനും ഇത്ര ഡീറ്റെയിൽസ്? എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടേഴ്സും വർക്ക് ആയതുകൊണ്ടായിരിക്കും അവർ അതിനെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് പെർഫോമൻസുകൾ. മനസ്സിലായി. ഇപ്പോൾ ഈ കഥകൾ എഴുതുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ഈ കഥകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ പാട് പിടിച്ച പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് മുതൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ബഷീറിൻ്റെ കാലം മുതലോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ
ഇപ്പോൾ ചന്തുമേനോൻ്റെ കാലം മുതലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കഥകൾ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് ഈ വലിയ എഴുത്തുകാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഹോംവർക്ക് എങ്ങനെ നടക്കുന്നത്, ഈ കഥകൾ കണ്ടുപിടിക്കുന്ന ഹോംവർക്ക്? കാരണം സാറ് പറഞ്ഞിട്ടുള്ള ഓരോ കഥയും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഹൈ തരുന്നതും എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കൊണ്ട് കണ്ടാ സാധനം ഇവിടെ വെച്ച കണ്ടാ എന്ന് ചോദിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ കഥകൾ കണ്ടുപിടിക്കാനായിട്ട് എടുത്ത ഹോംവർക്കുകൾ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഞാൻ പറയാം, ഓരോ സിനിമയും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ജോസഫ് എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ കയറണം. അപ്പം ഒരാൾ എന്നോട് ഒരു കുറ്റാന്വേഷണം എഴുതാമെന്ന് ചോദിച്ചെടുത്ത് കൃത്യമായി ഒരു ഐഡിയ ഇല്ലാതെ ഒരു കുറ്റാന്വേഷണ സിനിമ ഉണ്ടാക്കിയതാണ്. ഓക്കെ. എനിക്ക് എൻ്റെ മുമ്പിൽ റെഫറൻസുകളോ ഒന്നുമില്ല. അപ്പം മുമ്പുള്ള കുറ്റാന്വേഷണ സിനിമകളിൽ നിന്ന് ഡിഫറെൻ്റ് ആവണം, ഇച്ചിരി ഇമോഷൻ ഒക്കെ ഉണ്ടായി വരണം. മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു ട്രാക്ക്, ഒരു രസം എന്ന് പറഞ്ഞാൽ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ വിചാരിച്ച എല്ലാ സിനിമയിലും യൂണിഫോം ഇട്ട ഒരാളാണ്, അപ്പോൾ റിട്ടയർഡ് ആവട്ടെ എന്നൊരു സാധനം വന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ്, എല്ലാ ഒരുമാതിരിപ്പെട്ട കുറ്റാന്വേഷണ സിനിമകളിൽ ഒരു അവിഹിതം റിലേറ്റഡ് ആണ് കൊലപാതകം. അപ്പോൾ അത് വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഈ ഓർഗൻ ഡൊണേഷനിലോട്ട് എത്തുന്നത്. അന്നത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ, ഒരുപാട് എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിലോട്ട് എഴുത്താനൊക്കെ എത്തി, അല്ല കഥാപാത്രത്തെ കയറ്റി വിടുന്നു. പിന്നെ എല്ലാ ക്ലീശയും മറയ്ക്കാൻ വേണ്ടിയാണ് ലാസ്റ്റ് വന്നിട്ട് പറയുന്നത് എല്ലാം ഞാൻ ഇതുവരെ കാണാത്ത ഞാൻ കണ്ടു എന്ന് പറയുന്നതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഒരാൾ മരിച്ചുകൊണ്ട് കേസ് തെളിയിക്കുക എന്നൊരു തോട്ട് പ്രോസസ് വന്നു. ഓക്കെ, അപ്പോൾ ആ തോട്ട് പ്രോസസ്സിലാണ് ജോസഫിന് ഒരു ഫാമിലി ഉണ്ടാവണമെന്ന് വിചാരിച്ചു. കാരണം ജോസഫ് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ജോസഫിനൊരു ഇവിടുത്തെ ഒരു കണക്ഷൻ ഉണ്ടാവരുത്. അങ്ങനെയാണ് ജോസഫിന്റെ ഭാര്യയെയും മോളെയും കൊല്ലാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഇമോഷണൽ പ്രശ്നം ഉണ്ടാകാനാണ് ഇവർ ഡിസ്റ്റൻസ് പിടിക്കാമെന്ന് വെച്ചാണ് നമുക്കൊരു പീറ്റർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഇയാളുടെ ട്രോമയെ നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ ഇങ്ങനെ അപ്പുറം ഇപ്പുറം പോയി സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയൊരു ഇമോഷണൽ കോൺഫ്ലിക്ട്സ്. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഇമോഷൻ കയറി വരേണ്ടി വരുന്നത്. മനസ്സിലായി. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സിനിമ. നായട്ടെന്ന് പറയുന്നത് വെറുതെ എൻ്റെ ഒരു സീനിയറായിട്ടൊരു പോലീസുകാരൻ ഞങ്ങൾ ക്യാമ്പിൽ ഇരിക്കാൻ തരുമെന്ന് പറഞ്ഞാണ് ഒരു റിയൽ ഇൻസിഡൻറ്റ്. ഒരു പുറത്ത് 2 കുട്ടികൾ പോലീസുകാരുടെ വണ്ടി ഇടിച്ചു. മീൻസ് അവരെവിടെ പോയിട്ട് വന്ന് ഡ്രൈവറെ വിളിച്ചിട്ടാണ് പോയത്. പക്ഷേ ആക്സിഡൻ്റ് ആയി അവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഒരു ഇലക്ഷൻ ടൈം ആയിരുന്നു. ഇവർ മുങ്ങി. ഇവർ ഹൈക്കോടതിയിലൊക്കെ പോയി, എനിക്കൊന്ന് സുപ്രീം കോടതിയിലായിട്ടൊക്കെ പോയിട്ടാണ് ഈ ഇട്ട അനാവശ്യ സെക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയത്. പൊളിറ്റിക്കലി ആ സമയത്ത് കുറച്ച് അനാവശ്യ സെക്ഷൻസ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തത്. കാരണം ഒരിക്കലും നിലനിൽക്കില്ലത്. മനസ്സിലായി. അപ്പോൾ അങ്ങനെ കോടതി പറഞ്ഞിട്ട് അവരെ തിരിച്ചു കയറ്റി. പക്ഷെ ആ ഇൻസിഡന്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ ആ ഇൻസിഡന്റ് ആണ് നായകനിലോട്ട് എത്തപ്പെടുന്നത്. ഞാൻ അതിന്റെ റിയൽ സ്റ്റോറി ചോദിച്ചിട്ടില്ല. കാരണം റിയൽ സ്റ്റോറി ചോദിക്കാൻ പോയി ചിലപ്പം നമ്മൾ വഴിമാറി എവിടെയെങ്കിലും പോകും. അതായത് എന്ത് സംഭവിച്ചു അത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ റിയാലിറ്റി തിരക്കില്ല, ഈ ഐഡിയ മാത്രമാണ് വർക്കായത്. പിന്നെ മൂന്നാമത്തെ പടം എലവിട പുഞ്ചിറയല്ലേ, അതിപ്പം ഞാൻ വർക്ക് ചെയ്തതാണ് പുഞ്ചിറ കുറേ വർഷം മുമ്പ്. എനിക്കൊരു 15 വർഷത്തിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള 2 സുഹൃത്തുക്കളാണ് നിതീഷ് കുമാറുടെ. അപ്പോൾ അവർ നിതീഷ് സാറിൻ്റെ ഒരു എലവിട പുഞ്ചിറ എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ സിനിമയൊക്കെ. അപ്പോൾ ആക്ച്വലി എനിക്ക് ആ സ്റ്റോറി അങ്ങനെ എടുക്കണമെന്ന് തോന്നില്ല. പിന്നെ ഒരു സംവിധാനമൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ കൂടെ പോയി. അന്ന് രാത്രി ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് ഞാൻ ഡയറക്റ്റ് ചെയ്താലോ, അതിൻ്റെ ഒരു ക്ലൈമാക്സ് മാത്രം ഒന്ന് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയാണ് അത് നടന്നത്. മനസ്സിലായി. അപ്പോൾ അത് ആ സ്ഥലത്തോടുള്ളൊരു ഇഷ്ടവും ആ സ്ഥലത്ത് ഇങ്ങനൊരു സിനിമ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കൊരു പേഴ്സണൽ ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് പടവും അത് തന്നെയാണ് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കഥകൾ വരുന്നത്. അടുത്ത എന്താണ് റോന്ത് നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പടമാണ്. കാരണം എക്സ്പീരിയൻസുകൾ ഭയങ്കര രസമായിട്ട് തോന്നി. ഞാൻ പല പടത്തിലും ജോലിയുടെ അല്ലേ. അപ്പോൾ ആ വണ്ടിയിലെ ട്രാവലുകൾ ഞാൻ വേറൊരു ഇനിഷ്യലി നടക്കാതെ പോയൊരു സ്ക്രിപ്റ്റിലാണ് ഈ ജോസഫിൻ്റെ ഈ പറയുന്ന റോന്തിൻ്റെ ഒരു 3-4-5-6 സീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ പടം നടന്നില്ലെങ്കിലും. അപ്പോൾ ഞാനൊക്കെ അത് ഉപയോഗിക്കാം. ഞാനിത് ആക്ച്വലി ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച സാധനം. അതായത് പണ്ട് എഴുതിപ്പോയ സംഗതികൾ ഈ ഏതെങ്കിലും സിനിമയിൽ റീയൂസ് ചെയ്തിട്ടുണ്ടോ? അത് ഈ റോന്തിലോട്ട് അന്ന് എഴുതിയ നടക്കാതെ പോയൊരു സിനിമയുടെ കുറേ സാധനങ്ങളാണ്. ആ 2 ക്യാരക്ടേഴ്സിനെ കുറച്ച് വളർത്തിയെടുത്തു എന്നുള്ളതാണ്. അതങ്ങനെ ഒരു സിനിമ അത് പറയണമെന്ന് വിചാരിച്ചൊരു സിനിമയാണ്. കാരണം കുറച്ച് പോലീസുകാർ അങ്ങനൊരു വിഷയങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ചെയ്യാം എന്ന് തന്നെ കരുതി ചെയ്തതാണ്. പിന്നെ ഓഫീസറിൻ്റെ ഒട്ടി ഒരു മസാല മാക്സ് എന്ന് പറഞ്ഞു എല്ലാവരും കാണുമ്പോഴത്തേക്ക് ഒരു ഹൈ കിട്ടുന്ന രസമാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും ചിലപ്പം ഏറ്റവും ലോ കളക്ട് ചെയ്യുന്നത്. നമ്മളെന്നാ അങ്ങനെ എഴുതാൻ നിൽക്കുന്ന സിനിമകൾ ഹിറ്റാണ്. അതെ, ആളുകൾ കയറി. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമകൾ കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ക്രിറ്റിക്കലി കാണുന്ന ആൾക്കാർക്ക് എൻ്റെ ഏറ്റവും മോശം സിനിമ ഏതായിരുന്നു എഴുത്തുവരെ. പക്ഷെ അത് ആൾക്കാർ എൻജോയ് ചെയ്യും. ഉന്മാദം എൻ്റെ വളരെ പേഴ്സണലായിട്ട് ഞാൻ എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത്, അതിപ്പോൾ ആൾക്കാർ എന്ത് പറഞ്ഞാലും റിവ്യൂ എങ്ങനെയാണെങ്കിലും ശരി, എൻ്റെ എഴുത്തിൽ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ഉന്മാദം തന്നെയാണ്. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടുന്ന്
ഒരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, എന്തോ ലെറ്റർ ബോക്സിലൊക്കെ കുറച്ച് പേര് എഴുതി. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം എൻ്റെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ഇതാണെന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്. അതൊരു ക്രിട്ടിക്കലി അങ്ങനെ സിനിമകളെ കുറിച്ച് എഴുതുന്ന ഒരാളാണ്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ വളരെ പേഴ്സണലായിട്ട് വെച്ചിരിക്കും. പേഴ്സണലായിട്ട് നമ്മൾ ചിന്തിച്ചാണ് ഒരാൾ എൻ്റെ അതിൽ ബെസ്റ്റ് ഇതാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ വേറെ കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള കഥകൾ പലത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, അതിന് മുന്നേ നമുക്ക് ഉന്മാദത്തിലേക്ക് തിരിച്ചു വരാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഉന്മാദം കുറച്ച് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഈ കഥ വേണമെങ്കിൽ നമുക്ക് യൂണിവേഴ്സലി പറയാം. പക്ഷെ ഇന്നത്തെ പാലക്കാടിനൊരു ബന്ധമുണ്ട് എന്ന് ഞാൻ എവിടെയോ കേട്ടു. പാട്ടിൻ്റെ അകത്തും പാലക്കാട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് യൂട്യൂബ് കമൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പാലക്കാടിൻ്റെ ഭംഗി എത്ര രസമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞ കമൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ പാലക്കാട് ഈ കഥ പറച്ചിലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പാലക്കാട് അറിഞ്ഞുകൊണ്ട് വെച്ചത്. തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ട് വെച്ചാണ്. കാരണം ഇതിൻ്റെ ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അല്ല ആക്ച്വലി. പക്ഷെ അങ്ങനെ കാണിക്കേണ്ടി വരുമ്പോൾ നമുക്ക് 2 സംസ്ഥാനങ്ങളിൽ നടന്ന കുറ്റങ്ങളായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്, ക്രൈം. കാരണം അത് കേരളത്തിൽ മാത്രമായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. അപ്പം ഇതിലൊരു പ്രധാന കഥാപാത്രം ജോലി ചെയ്യുന്നത് കോയമ്പത്തൂറും ഡെയിലി ട്രാവൽ ചെയ്യുന്ന, അങ്ങനെ നമുക്ക് ആ കഥ അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. 2 സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്യണം. അപ്പോൾ ഏറ്റവും അടുത്ത് പാലക്കാടും കോയമ്പത്തൂറും എന്നുള്ള രീതിയിൽ അത് വേണ്ടി വരും. അതാണ് ആ ഇടം വെക്കാനായിട്ടുള്ള കാരണം എന്നല്ലേ. വേറെ എന്തെങ്കിലും, ഐ മീൻ ഈ പറഞ്ഞ പോലെ ഈ ചിന്തകൾ, അന്ധവിശ്വാസം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് എന്തെങ്കിലും ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നോ? ഐ മീൻ ചോദിക്കുന്നത് ഒരു സ്പോയിലർ ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഇല്ല, ഞാനതാണ് പറഞ്ഞത്. ഈ സിനിമ കാണുമ്പം അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്ത് നടക്കുന്നു. ഈ സിനിമയുടെ ആദ്യത്തെ ദിവസം ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ ഞാനും ഡയറക്ടറും കൂടെ ഞങ്ങൾ പാലക്കാട് പോവുക. അപ്പോൾ കൺട്രോളർ വിളിച്ചിട്ട് ചോദിക്കണം, ഇന്ന് പോകണോ? ഈ കർക്കിടകം 1 എന്നാൽ ഞങ്ങൾ ഇന്നേ പോകുന്നുള്ളൂ. പിന്നെ ഒരു സിനിമയിൽ ഏറ്റവും സന്തോഷം, ഇപ്പം ഞങ്ങൾ റോന്ത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സിമിത്തേരിക്കകത്താണ്. ഓക്കെ, പോത്തട്ടൻ സിമിത്തേരി കയറുന്ന സീനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. വേണേ പറയാമെങ്കിൽ ഇതൊരു അന്ധവിശ്വാസമാണ്, ഒരു നല്ല സീനല്ല സിമിത്തേരി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സിനിമ തുടങ്ങുന്നത് ബലിയിടുന്നിടത്തുന്ന പടം ഷൂട്ട് പാട്ടിൽ കാണിക്കുന്ന ഷോട്ട്സ്. ഞങ്ങൾ ഇതിൽ ഒട്ടും വിശ്വാസമില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ പൊതുവേ നമ്മൾ സിനിമ നന്നായി ഓടുമല്ലേ ഇല്ല എന്നുള്ള വിശ്വാസം തന്നെയാണ് നമുക്ക്. അല്ലാതെ നമ്മൾ അതിൻ്റെ അത്ര അന്ധവിശ്വാസമോ അങ്ങനെയൊന്നുമില്ല. വിശ്വാസമുള്ളവർക്ക് എന്തും ചെയ്യാം, അത് അവരുടെ ഭാഗം. അല്ല നമ്മളതിൽ അതുകൊണ്ടൊരു സിനിമ നന്നാവും എന്നുള്ളതല്ല ഞാൻ ഈ പറഞ്ഞു വരാൻ കാരണം. ഈ സിനിമയെ അന്ധവിശ്വാസമായി കാണണ്ട, ഞങ്ങൾ അങ്ങനെ അല്ലാത്തൊരു കൂട്ടരാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മുജീബ് മജീദായിട്ട് അങ്ങനെ കൊളാബറേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അനിൽ ചേട്ടനായിട്ട് കൊളാബറേറ്റ് ചെയ്തു, രഞ്ജിനായിട്ട് കൊളാബറേറ്റ് ചെയ്തു, ജെയ്ക് സൈഡിനായിട്ട് കൊളാബറേറ്റ് ചെയ്തു. പക്ഷേ മുജീബായിട്ട് ആദ്യത്തെ കൊളാബറേഷനാണ്. എന്തുകൊണ്ടായിരിക്കും ഈ കഥ പറയുമ്പോൾ മുജീബിനെ കൊണ്ടുവരാൻ, ബാക്ക്ഗ്രൗണ്ട് ചെയ്യിപ്പിക്കാൻ? മുജീബ് അടുത്ത കാലത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും എല്ലാം സോങ്സും എല്ലാം ചെയ്യുന്ന ഇപ്പോഴത്തെ ഭയങ്കര രസമായിട്ട് ആ സിനിമകളോട് ചേർന്ന് എന്ന് പറയുന്ന ആൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടവർക്കും മുജീബിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര ചിന്തിച്ച ഒരു തോട്ട് പ്രോസസ്സും ഭയങ്കര ഇച്ചിരി ഇന്റലക്ച്വലായി ഒരു സിനിമ കാണാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു എന്താ പറയുക, വർക്ക് കണ്ടിട്ടുള്ളൊരു വർക്ക് കണ്ടിട്ട് ഇഷ്ടമാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. അല്ലെങ്കിൽ കിരണും ഞാനും ഒക്കെ ആയിട്ട് ഉള്ള ഞങ്ങള് മുജീബിനെ ഇങ്ങനെ വിളിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഞങ്ങൾക്ക് പേഴ്സണൽ പരിചയമില്ല രണ്ടുപേർക്കും. കളങ്കാവിലൊക്കെ മുജീബ് നമ്മൾ അയാളുടെ വർക്ക് കണ്ടിട്ട് മാത്രമാണ് അയാളുമായിട്ട് അങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നല്ലേ. ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, പല കേട്ടിട്ടുള്ള കഥകളും ഉപയോഗിച്ചിട്ടുണ്ട്, അതിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഷാഹി കബീറിന്റെ ജീവിതത്തിലെ ഒരു ഏടിൽ നിന്ന്, അല്ലെങ്കിൽ ചീന്തിയെടുത്തൊരു ഏടെന്ന് പറഞ്ഞൊരു കഥ സിനിമയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പോർഷൻ. ചില കഥ നമ്മുടെ മാനസും നമ്മുടെ സിറ്റുവേഷൻസും ഒക്കെ പല കഥകളും കയറി പോകാറുണ്ട്. ഇപ്പൊ ഞാൻ ജോസഫിൽ പറഞ്ഞിട്ടുണ്ട്, ജോസഫിലെ ഒരു ജോജു എക്സ് കാമുകിയുടെ ബോഡി കാണുന്ന സീൻ, അത് ഭയങ്കര എൻ്റെ പോലീസ് ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു 90 വയസ്സുള്ള ഒരു സ്ത്രീയുടെ 6 ദിവസം പഴക്കമുള്ള ബോഡി കണ്ടതാണ്. സോ അത് എത്ര നാൾ എന്നെ ഹോണ്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയായിട്ട് ഒരു സെക്ഷൽ റിലേഷൻ ഉണ്ടായത് ഒരു 3 ആഴ്ചക്കൊക്കെ ശേഷമാണ്. കാരണം ഇത് തലയ്ക്കാന്നില്ല. അപ്പം സ്വന്തം കാമുകിയുടെ ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ള തോട്ട് പ്രോസസ് ആഡ് ചെയ്തു. നമ്മളുടെ റിയാലിറ്റി ഫിക്ഷനൈസ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അതേക്ക് പല സീൻസും ഇപ്പോൾ റോന്തിൻ്റെ അകത്ത ചില സീൻസൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു സിനിമാറ്റിക് വെർഷനാണ്, ഒറിജിനൽ ആയിരിക്കില്ല. കാരണം അത് കുറച്ചുകൂടെ ആൾക്കാർ ഇംപ്രസ് അല്ല കാണിക്കാൻ വേണ്ടി എടുക്കുന്ന രീതിയിൽ നമ്മൾ അതിനൊന്ന് ചെറുതായിട്ട് പരുവപ്പെടുത്തും. എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഏറെക്കുറെ ഉന്മാദത്തിലും എന്നെ കാണാൻ പറ്റും, കുറെ അടുത്ത് നേരിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും അടുത്ത ആൾക്കാർക്ക് പരിചയമുള്ള, ഞാനല്ലത്, പക്ഷെ അങ്ങനെ തോന്നാവുന്ന രീതിയിൽ ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞു, ഏറ്റവും അടുത്ത് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ചെറിയ മാനറിസംസ് ഉണ്ടാവും. അല്ലാതെ തോന്നാം, നിങ്ങൾക്കും തോന്നാം അത് കണ്ടു കഴിഞ്ഞാൽ. ആണോ? ബേസിക് അത്രേ ഉള്ളൂ. എഴുത്തുകാരനാണ് നടക്കുന്ന ഒരു പോലീസുകാരെന്ന് പറയുമ്പോഴേ ഞാനായി അല്ലെ അങ്ങനെ ചിന്തിക്കാമല്ലോ ആൾക്കാർക്ക്. ഇപ്പം നമ്മൾ ഈ
എഴുത്തുകാരനാവാൻ ഉള്ള പോലീസുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു ഇൻഡസ്ട്രിയിൽ തിരക്കഥാകൃത്തായിട്ട് അല്ലെങ്കിൽ കഥാകൃത്തായിട്ട് പിടിച്ചു നിൽക്കുക എന്നുള്ളത്? അത് ഇപ്പോൾ ജോണി ആന്റണി ചേട്ടനൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, സിനിമ എന്ന് പറഞ്ഞത് ഒരു പഞ്ചവത്സര പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ എത്രത്തോളം ബുദ്ധിമുട്ടാണ് പിടിച്ചു നിൽക്കൽ? ഇല്ല, അങ്ങനെ പിടിച്ചു നിൽക്കൽ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള എൻ്റെ സിനിമയെല്ലാം ഹാപ്പിയാണ്. എന്തായാലും കുറച്ച് പടം അടുപ്പിച്ച് പൊട്ടുമ്പോൾ ഈ പണി കൊള്ളില്ല എന്ന് മനസ്സിലാക്കി ഞാൻ പോയിക്കോളാം. അതുവരെ ഇപ്പോൾ പോവാം. എന്തായാലും ഉന്മാദവും ഈ പറയുന്ന കണക്ക് ഒരു മിക്സഡ് റിവ്യൂസ് വരുന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള അല്ലെങ്കിൽ സിനിമയെ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണുന്ന ആൾക്കാർ ഭയങ്കര പോസിറ്റീവായിട്ടാണ് എന്നെ വിളിച്ച് സംസാരിച്ചത്. അത് തന്നെയാണ് ഹാപ്പിനെസ്. അപ്പം നമുക്ക് നമ്മളുടെ മൈൻഡ് സെറ്റ് കുറച്ച് ഓക്കെയാണ്. അപ്പം അതുകൊണ്ട് എഴുത്തും ഈ കഥ പറച്ചില്ലേ, ഇപ്പോൾ പോലീസ് സ്റ്റോറികളാണല്ലോ എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ആദ്യം മുതലെടുത്തിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ ജോസഫ് മുതലെടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥകളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഷാഹി കബീർ എഴുതുന്നോ സംവിധാനം ചെയ്യുന്നോ അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്ന സിനിമയും നമുക്ക് പോലീസ് കഥയല്ലാത്ത ഒരെണ്ണം എന്റെ നിർബന്ധിപ്പിക്കല്ലേ, അങ്ങനെ പ്ലാൻ മനസ്സിലുണ്ടോ? ഞാൻ ഏറ്റവും ആദ്യമേ സംവിധാനം ചെയ്യാൻ നടന്നൊരു സിനിമ ഒരിക്കലും പോലീസ് കഥയല്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഇതുവരെ ഞാൻ ചെയ്ത സിനിമകളിലെ ഏറ്റവും ഡാർക്ക് സിനിമ ഏതായിരിക്കും? അതോടുകൂടി അതൊരു പോലീസ് സ്റ്റോറി അല്ല. അങ്ങനൊരു പടമുണ്ട്. അല്ലാതെ ഇപ്പോൾ ആരോ എന്ന് പറഞ്ഞൊരു പടം അനൗൺസ് ചെയ്യാം. എൻ്റെ ബഡ്ജറ്റ് വൈസ് അതൊക്കെ കുട്ടനാട് വള്ളംകളി, അതിൻ്റെ അകത്ത് പോലീസൊന്നും ഇല്ലായിരുന്നു. അതെനിക്ക് തോന്നുന്നു 2018 സംതിങ് അനൗൺസ് ചെയ്ത പടമാണ്. അത് പക്ഷെ ഒരുപാട് ഇങ്ങനെ വന്നില്ല, ഒരു അനൗൺസ്മെന്റ് വന്നു അങ്ങനെ. അത് പക്ഷെ ഭയങ്കര ബഡ്ജറ്റും അന്ന് പ്രളയമൊക്കെ വന്നിട്ട് അതങ്ങ് പോയി. പിന്നെ അത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിനിമയുണ്ട്, അത് ചിന്തിക്കുന്നുണ്ട്. ഒട്ടും പോലീസ് ഇല്ലാത്ത സാധ്യതകൾ ഉണ്ടെന്നല്ലേ? കുറേ സാധാരണ ഇമോഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കൊമേഴ്ഷ്യലി വർക്കാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനത്തെ സിനിമ. ഈ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് അടിക്കുമ്പോഴത്തേക്ക് എത്രത്തോളം സ്ട്രെസ് ഉണ്ട്? അതായത് അടുത്തത് ഡെലിവറി ചെയ്യണ്ടേ? അത് ഇപ്പം ഹിറ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ യോഹന്നാൻ എന്ന് പറയുന്ന കഥാപാത്രമാണെങ്കിലും അതിലിപ്പോൾ ഓരോ കഥാപാത്രവും നമ്മൾ സംസാരിച്ചല്ലോ. ഇപ്പം നായാട്ടിലെ കഥാപാത്രങ്ങളൊക്കെ സംസാരിച്ച പോലെ തന്നെ ഈ കഥാപാത്രങ്ങൾ എന്നെപ്പോലെയുള്ള സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഓർത്തിരിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യവും കൂടി എഴുത്തുകാരനും സംവിധായകനുണ്ടല്ലോ. അതൊരു സ്ട്രെസ് ഉണ്ടോ? അങ്ങനെ ഒരു സ്ട്രെസ് എനിക്കറിയില്ല. ഞാൻ നോക്കുന്ന ബ്രേക്ക് മിനിമൽ എൻ്റെ ഒരു ആവശ്യം ബ്രേക്ക് യൂൺ ആണെന്നാണ്. ഉന്മാദവും ഭാഗ്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പേ ബ്രേക്ക് യൂൺ ആയ പടമാണ്. സോ അതാണ് നമ്മുടെ ഹാപ്പി. കാശ് മുടക്കുന്ന ആൾക്ക് നഷ്ടം ഉണ്ടാകാതിരിക്കുന്ന ഒരു പടം. ഇനിയിപ്പോൾ ഞാൻ ഈ ഉന്മാദത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലേ എനിക്കത് ഉത്തരം പറയാമോ എന്ന് പോലും അറിയാത്തൊരു ചോദ്യമാണ്. നമ്മൾ ഉന്മാദത്തിൻ്റെ ആദ്യത്തെ പോസ്റ്റർ മുതൽ ട്രെയിലറൊക്കെ കണ്ടപ്പോഴും ഒരു പല്ലിയെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഷെല്ലിയും പല്ലിയും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധങ്ങൾ പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഷെല്ലിയും പല്ലിയും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്. അത് വളരെ കൃത്യമായി ശ്രദ്ധിച്ചാലേ ഷെല്ലിയും പല്ലിയും തമ്മിലുള്ള ബന്ധം കിട്ടൂ. അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിച്ചു പോകും. എന്നെ ഈ വിളിച്ച നിങ്ങളുടെ ആങ്കർ പോലും ചിന്തിച്ചിരുന്നത് വേറെ രീതിയിലാണ്. ഇതിനു മുമ്പ് പറയുമ്പോഴാണ് അങ്ങനെ എന്ന് തോന്നിയത്. ഇനി ചിന്തിക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിനെ തിരിച്ച് ശല്യം പല്ലിയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അത് നമ്മൾ കണ്ടു തന്നെ. ശല്യ ഗൈഡ് ചെയ്യുന്ന മൊത്തം പല്ലിയാണ് എന്നുള്ളതാണ് അതിൻ്റെ രസം. പക്ഷെ അതൊരു അന്ധവിശ്വാസ രീതി കാണാതിരിക്കാനും ശ്രമിക്കുക. വേറൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകേണ്ട, പക്ഷെ ഇവർ തമ്മിലൊരു കണക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലല്ലേ. ഇപ്പം നമ്മൾ തിരിച്ച് സാറിൻ്റെ സിനിമയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, എഴുത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ചോദിച്ചതൊക്കെ ടൈറ്റിൽ സോങ്ങിൻ്റെ അകത്തൊക്കെ നോക്കിയാൽ അറിയാം പല്ലി എവിടെ നിന്നാണ് ശല്യയിൽ നിന്ന് വരുന്നതെന്നൊക്കെ കൃത്യമായി കിട്ടും. അങ്ങനെ ക്ലൂ ഉണ്ടോ ഇതിനകത്ത്? ഞങ്ങളെല്ലാം തുറന്നിട്ടിട്ടാണ് ഈ സിനിമയിൽ എല്ലാം ഓപ്പൺ ആണ്. തിരിഞ്ഞു നോക്കിയാൽ എല്ലാം കിട്ടും. നമ്മൾ പക്ഷെ വൺ സിനിമ കണ്ടാൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും അല്ലേ? നിങ്ങൾക്ക് അത് ഒന്ന് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് അതിനു വേണ്ടി ട്രാവൽ ചെയ്യാം. ബാക്കിലോട്ട് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. തിരിച്ച് നമ്മൾ ഒന്നുകൂടി എഴുത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ മനുഷ്യൻ്റെ മനസ്സിലൂടെ ഒരു മിനിറ്റിൽ ചിലപ്പോൾ 100,000 ചിന്തകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. ഈ ചിന്തകളെല്ലാം നമുക്ക് പേപ്പറിലാക്കാനോ കഥയാക്കാനോ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരു കഥാപാത്രത്തെ ഒരു കഥയോ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, ഈ വരുന്ന ചിന്തകളെല്ലാം നല്ലതാവണമെന്നോ കഥയാവണമെന്നോ സിനിമയാവണമെന്നോ ഇല്ലല്ലോ. ഇതിനെങ്ങനെ ഈ സോർട്ട് ചെയ്യുന്ന പ്രോസസ്സ് സൗഹൃദങ്ങളിലൂടെയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചിന്തിച്ച്? അല്ല, അങ്ങനല്ല. ചില കഥകൾ ഇപ്പം പറഞ്ഞില്ല, നായാട്ടം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു കേട്ടിട്ട് അതെൻ്റെ തലക്കകത്ത് കയറി കുടുങ്ങുന്നതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് നമുക്കറിയില്ല, അതൊരു പ്രോസസ്സിലങ്ങ് വർക്കായി വരും എവിടെയെങ്കിലുമൊക്കെ. അങ്ങനെ എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. ഇതിപ്പം എത്രയോ വർഷം മുമ്പുള്ള ഒരു ഐഡിയ ആണ്. വെറുതെ നമ്മൾ കേട്ടൊരു പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞാണ്, അല്ലെ അവിടെ ഒരു ഫയൽ ഇരിപ്പുണ്ട്, അത് തൊടാൻ എല്ലാവർക്കും പേടിയാണ്. അത് കേട്ടപ്പോൾ അതാണ് ഇമ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊള്ളാലോ, ആ ഐഡിയ കൊള്ളാലോ, ആ ഐഡിയയിലാണ് നമ്മൾ പിടിക്കുന്നത്. അതിനെ നമുക്കൊരു അന്ധവിശ്വാസം വെച്ചിട്ട് നമുക്കൊരു ഹൊറർ പടമാക്കാൻ വേണമെങ്കിൽ, അല്ലെ നമുക്കൊരു ഭയങ്കര കുറ്റാന്വേഷണമാക്കാം. മനസ്സിലായി. അപ്പം ഇത് രണ്ടും അല്ലാത്തൊന്നാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്.
അതുപോലെ ഇപ്പോൾ എഴുതുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ അറിഞ്ഞു വെച്ചിട്ട് കുഞ്ചാക്കോ ബോബൻ വേറൊരു മാനസിക ടെറൈനിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ കഥയിലും അങ്ങനത്തെ കഥാപാത്രങ്ങളും ഉണ്ട്. ഈ സൈക്കോളജി ഇപ്പം ഈ നമ്മുടെ ഈ ലേറ്റർ ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് കാര്യമായിട്ട് പഠിച്ചിട്ടാണ് എഴുത്തുകാർ എഴുതുന്നത്. ഇപ്പോൾ ഓരോ കഥാപാത്രം എടുത്തിട്ടുണ്ടെങ്കിലും അയാൾക്ക് ഇന്നൊരു മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്, അതായത് വ്യക്തമായിട്ടുള്ള സിംറ്റംസ് എഴുത്തിലും ആ കഥാപാത്രത്തിൻ്റെ എല്ലാത്തിലും വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സൈക്കോളജി എങ്ങനെയാണ് പഠിച്ച് എഴുതുന്ന ഒരു പ്രോസസ്സാണ്? ഹോംവർക്ക് എങ്ങനെയാണ് നടക്കുന്നത് ഈ കഥാപാത്രത്തിൻ്റെ മാനസിക? എല്ലാത്തിലും നമുക്കിതുണ്ടാവും. പിന്നെ അഡീഷണൽ സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ പടത്തിൽ പ്രധാനമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഷീന ജി സോമൻ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റിനെയാണ്, ട്രിവാൻഡ്രത്തുള്ള. അപ്പോൾ നമ്മൾ അവരോട് ഈ കഥ പറയും. നമുക്കപ്പോൾ ഇത് ഭയങ്കര അവർക്ക് ലോജിക്കലി പ്രശ്നമുണ്ട്. ഇത് സൈക്കോളജിയാണ് നമ്മൾ ഡീൽ ചെയ്യുന്ന പടത്തിൽ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കഥയിൽ സൈക്കോളജിക്കലി ബോറാവാതിരിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അവർ സീരിയസ് ആയിട്ട് അവരെ കൺസൾട്ട് ചെയ്യും. അതിൽ പിന്നെ ചില സീൻസിൽ ഡോക്ടേഴ്സ് പറയുന്ന ഡയലോഗ് ആക്ച്വലി അവർ നമുക്ക് പറഞ്ഞു തന്ന ഡയലോഗ്സാണ്. കാരണം ആ വേൾഡ് രോഗത്തിൻ്റെ പേരുകളോ പരിപാടിയോ ഒന്നും നമുക്ക് അത്ര ക്ലാരിറ്റി കിട്ടില്ല. കാരണം നമ്മൾ പറയുന്ന മണ്ടത്തരമാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അങ്ങനത്തെ സപ്പോർട്ട്സ് ഉണ്ടാകും. നമുക്ക് ഒരു ഏത് സിനിമയിലാണെങ്കിലും നമ്മൾ സിനിമയിലോട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ കഥ എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏതെങ്കിലും പർട്ടിക്കുലർ കാര്യം വരുവാണെങ്കിൽ നമ്മൾ അവരുമായിട്ട് കൺസൾട്ട് ചെയ്യും. എന്നിട്ട് തന്നെ നമ്മുടെ ഒരു സിനിമാറ്റിക് ഫോമിലോട്ട് മാറുക എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ താടിയുള്ള കഥാപാത്രമാണല്ലോ, അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറയുകയും ചെയ്തു അത് എന്താണെന്ന് നമുക്ക് സിനിമയിൽ മനസ്സിലാവും. കുഞ്ചാക്കോ ബോബൻ്റെ കഥാപാത്രം ആ ഒരു ആളുടെ ഒരു ചിന്താ രീതികൾ കൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മാനസിക നില കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. മാനസിക നില കൊണ്ടാണെന്നല്ല പറഞ്ഞത്. അങ്ങനെ നിലകൊണ്ട് പോലീസിൽ താടി വെക്കാൻ പറ്റില്ല. ഞാനത് ചോദിച്ചത്. അത് 3 കാര്യമുള്ളൂ. ഒന്ന്, നമുക്കൊരു അലർജിക് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു പേപ്പർ കൊടുത്ത് അപേക്ഷിക്കാം. എനിക്ക് പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. പോലീസിൽ ഷേവിങ്ങും ഡെയിലി ഷേവ് ചെയ്യേണ്ടതാണ്. പിന്നെ രണ്ടാമത് ശബരിമലയ്ക്ക് പോകുന്നത്, അത് നിങ്ങൾക്കെല്ലാം അറിയാം. അത് സിനിമയിൽ ട്രോളായി മാറിയിട്ടുണ്ട്. മനസ്സിലായി. മൂന്നാമത് കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ 16 ദിവസത്തേക്കോ 16 ആ ചടങ്ങ് കഴിയുന്നവരും. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഫ്രീഡം ഉണ്ട്. നമ്മളല്ലേ ഇപ്പോൾ ശബരിമല സീസൺ ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഷേവ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞ പോലീസുകാർക്ക് ഒരു സന്തോഷമാണ്. കാരണം നിരന്തരം ഡെയിലി രാവിലെ ഇത് ചെയ്തിട്ട് ഞാനൊക്കെ ലീവ് എടുക്കാൻ നേരമൊക്കെ ലീവ് എടുക്കുന്ന അത്രയും നാളും താടി കൊടുത്തു. മനസ്സിലായി. കാരണം ഡെയിലി ഇതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള പ്രോസസ്. ചിലർ എൻജോയ് ആയിരിക്കും. എന്നെയൊക്കെ കണക്കുള്ളവർക്ക് ഡെയിലി ഷേവിങ് ഭയങ്കര പാടായിരുന്നു. ഈ സിനിമയ്ക്കകത്ത് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അയാളുടെ ആ ഒരു മരണം അയാളെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. അല്ല, ആ ഒരു മരണം അയാളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതും അയാളുടെ ഒരു, ഞാൻ പറഞ്ഞില്ല, ഇത് സൈക്കോളജിക്കൽ പടമാണ് പറയാം. അങ്ങനത്തെ കാണാൻ അതിനുവേണ്ടിയാണ്. അല്ലാതെ അതൊരു താടി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു അർത്ഥത്തിൽ തന്നെ വെച്ചാണ്. മനസ്സിലായി. അല്ല, ഞാൻ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കാൻ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റേഷനിലുള്ള ആളുകൾ മനസ്സിലാക്കുമായിരിക്കും ഈ ഇദ്ദേഹം ഇങ്ങനൊരു അവസ്ഥയിലൂടെ. പക്ഷേ ശരിക്കും ഒരാൾ മറ്റ് സ്റ്റേഷനുകളിൽ നിന്നായിരിക്കും, മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്നായിരിക്കും. ആദ്യത്തെ സ്റ്റേഷൻ ആരും ചോദിക്കുന്നില്ല, അവർക്കറിയാം. മനസ്സിലായി. രണ്ടാം പുതിയ സ്റ്റേഷനിൽ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ താടി എന്ന് ചോദിക്കുമ്പോൾ സാർ ഷേവിംഗ് റെസ്റ്റ് ആണ്. ഷേവിംഗ് റെസ്റ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. എന്ന് വെച്ചാൽ അത് ഒരു കാരണമുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ല, എൻ്റെ ഒരു കൺഫ്യൂഷൻ അല്ലെ പിന്നെ നമ്മൾ അത് പറയാൻ വേണ്ടി ഒന്നും എഴുതി വെക്കണ്ടെന്ന് ഡയറക്ടറെ ഒരു കോളായിരുന്നു. നമ്മൾ ഇന്നയാണ് എന്നൊന്നും പറഞ്ഞു പഠിപ്പിക്കണ്ട. അല്ലെ നമുക്ക് പറയാം, ആ സ്റ്റേഷനിൽ CI ചോദിച്ചാൽ മതി എന്തോടെ താടി, അച്ഛൻ മരിച്ചിട്ട് അതിൻ്റെ ഇതിലാണെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അതിനേക്കാളും നല്ല പോലീസുകാരാണ് ഷേവിംഗ് റെസ്റ്റ്. ഇനിയിപ്പോൾ നമ്മളെപ്പോഴും എല്ലാ കാലവും ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ളതും അതേപോലെ സാറിൻ്റെ മറ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ ആയിട്ടുണ്ട് ദിലീഷ് പോത്തനായിട്ടുള്ളൊരു വളരെ വലിയൊരു സൗഹൃദത്തിനപ്പുറം പുള്ളി ഒരു എഴുത്തുകാരന സംവിധാനം എന്നുള്ള രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചിന്തകളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് കൂടുതലും. പുള്ളിയുടെ സംസാരങ്ങളും പുള്ളിയുടെ കഥ പറച്ചിലുകളും തൊണ്ണി മുതൽ ഫുൾ ടൈം പ്രീക്കും അതിലെ ഷൂട്ടിനും പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ഇരിക്കുമ്പോൾ പുള്ളി ഓരോന്നിനെ കുറിച്ച് പറയുന്നത് ഭയങ്കര രസകരമായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ പഠിച്ചത് നന്നായിട്ട് ആ പറച്ചിലുകളിൽ നിന്നാണ്. എന്തായാലും നമ്മൾ ഈ ഒരു സംസാരം അവസാനിപ്പിക്കുമ്പോഴേ ഉന്മാദം ഇപ്പം ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഉണ്ടായ സംശയങ്ങളാണ് ഞാനിപ്പോൾ ചോദിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പടം റിലീസായി. ഞാൻ എന്തായാലും നാളെ തന്നെ പോയി കാണുന്നുണ്ട് പടം. ഉന്മാദം ഇനി കാണാൻ പോകുന്ന ഒരാൾ ചിന്തിക്കേണ്ട, മനസ്സിൽ വെക്കേണ്ട 1-2 പോയിന്റ്സോ അങ്ങനെ എന്തെങ്കിലും? എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഉന്മാദം എന്ന് പേരിട്ടത്? എന്തുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെയൊക്കെ പോകുന്നത്? അവസാനം വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതൊക്കെ ഒരു കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞൊന്ന് സമാധാനമായി ഒന്ന് ലോജിക്കലി ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് നമുക്ക് പ്രഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ താല്പര്യമുള്ളവർ ചിന്തിക്കുക. ഇത് 2 രീതി സിനിമ ആണെന്ന് പറയുന്നുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് കണക്ക് വന്ന് ആഘോഷപൂർവ്വം മറ്റേ ഇമോഷൻസും പരിപാടിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഹാപ്പി ആവുന്നവരുണ്ട്. ചിലർക്ക് ഇതെന്താണ് ഇങ്ങനെ എന്ന് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അത് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഇപ്പം ഞാൻ പറയില്ലേ, ഇപ്പം
സമ്മിശ്ര പ്രതികരണങ്ങൾ നന്നായി വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും കാണുന്ന എല്ലാവരോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ 4 പേരോട് പറയുക. കാരണം ഒരു സിനിമ നിലനിൽക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലാണെന്നാണ് വിശ്വസിക്കുന്നത്. ഞങ്ങളിപ്പോഴും ആ സിനിമയിൽ നല്ല വിശ്വാസത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ എഴുതിയതിൽ ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ടതും ഞാൻ ഏറ്റവും പണിയെടുത്തു എന്ന് തോന്നിയ ഒരു സ്ക്രിപ്റ്റും ഇത് തന്നെയാണ്. ഞാൻ പക്ഷേ ആ സിനിമ കാണാൻ പോകുന്ന ഷാഹി കബീറിന്റെ കഥാപാത്രങ്ങളെ കാണാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഇതും ഒരു ക്യാരക്ടറാണ്, ക്യാരക്ടർ ഡ്രിവൺ സ്റ്റോറിയാണ്. അല്ലാതെ ഇതിന്റെ സ്റ്റോറി അല്ല വലുത്, ക്യാരക്ടറാണ് വലുത്. എനിക്ക് സാർ എഴുതുന്ന കഥാപാത്രങ്ങൾ എന്തുകൊണ്ടാണ് കഥാപാത്രത്തിൻ്റെ ഒരു ഇപ്പം നമ്മൾ കഥാപാത്രത്തിൻ്റെ ആർക്കെന്നൊക്കെ പറയാം, ആ ഒരാൾ പോകുന്നതും നീങ്ങുന്നതും അയാളുടെ ചിന്തകളും എല്ലാം കൊണ്ടും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ ഉന്മാദം തീർച്ചയായും കണ്ടിട്ട് സത്യസ്നോയറുടെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചിലരൊക്കെ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തു നിന്ന് അവരിത് റീഡ് ചെയ്തു എന്ന് പറഞ്ഞ് ചിലർ പറഞ്ഞപ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. അതായത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് നിങ്ങളും ഷെയർ ചെയ്യുക എല്ലാവരോടും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരുപാട് നാളായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സംസാരിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ദിവസം ഞാൻ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി ഫോൺ വഴി സംസാരിച്ചാൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള സംസാരം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് കാണാൻ കഴിഞ്ഞാലും സംസാരിക്കാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം. താങ്ക് യു.